കൊല്ലം ജില്ലയിൽ ഉത്സവ സീസണിൽ വായു ശബ്ദ മലിനീകരണ തോത് കൂടുന്നതായി റിപ്പോർട്ടുകൾ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പഠനത്തിലാണ് സുപ്രധാന കണ്ടെത്തൽ. പൊടിപടലത്തോടൊപ്പം സൾഫർ ഡയോക്സൈഡിന്റെ സൂചികയും ഉയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ഇക്കുറി ദീപാവലിക്ക് മുമ്പും അതിനുശേഷവും നടത്തിയ പരിശോധനയിൽ കൊല്ലം ജില്ലയിൽ പൊടിപടലവും വായു മലിനീകരണത്തിന്റെയും തോത് ക്രമാതീതമായി ഉയർന്നു. 30-ാം തീയതി ദീപാവലി ദിവസം 193 ആയിരുന്നത് 31-ാം തീയതി സൂചിക 234 ഉയർന്ന് മോശാവസ്ഥയിലേക്ക് പോയി. സാധാരണ ദിവസം 30 മുതൽ 50 വരെയോ ചില ദിവസങ്ങളിൽ 100 എത്താം. എന്നാൽ 234 കടക്കുന്നത് വായു മലിനമായതിൻ്റെ സൂചനയായി കണക്കാക്കുന്നു. അതേസമയം പടക്കം പൊട്ടിക്കുന്നതിനെ തുടർന്ന് സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം സാധാരണ കാണാറുള്ള 2.1 നിന്ന് 6.1 ഉയർന്നു. കാർബൺ മോണോക്സൈഡും അമോണിയവും കാര്യമായി ഉയർന്നില്ല. പൊടിപടല സൂചിക 20 നിന്ന് 122 ഉയർന്നു. നമ്മുടെ ശ്വാസനാളത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സൂക്ഷ്മ പൊടിപടലം സാധാരണ 20 മുതൽ 80 വരെയാണ് പരിധിയെങ്കിൽ അതിൻ്റെ സൂചികയും 100 ഉയർന്നു. ഫൈൻ റെസ്പിറബിൾ പാർട്ടിക്കിളിൻ്റെ കാര്യത്തിലാണെങ്കിലും അതായത് നമ്മൾ ശ്വസിക്കുന്ന പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലാണെങ്കിലും സൾഫർ ഡയോക്സൈഡിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ വലിയൊരു വ്യത്യാസം നമുക്ക് ഈ ദിവസങ്ങളിൽ ദീപാവലിയോടനുബന്ധിച്ച് ഉള്ള മോണിറ്ററിങ്ങിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എല്ലാ വർഷവും ഓരോ ദിവസം കൂടുമ്പോഴും നമ്മളിത് 24 അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എപ്പോഴും ദീപാവലി സീസണിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഫെസ്റ്റിവൽ സീസണുകളിൽ നമുക്ക് വ്യത്യാസം കാണുന്നത്. ശബ്ദമലിനീകരണവും കൂടി. പകൽ സമയത്ത് അനുവദനീയമായത് 55 ഡെസിബൽ. ദീപാവലി ദിവസം 110 വരെ ഉയർന്നു. രാത്രി 45 നിന്ന് 70 ഉയർന്നു. വ്യവസായ സോണുകളിൽ പോലും പരമാവധി ശബ്ദം 75 ഡെസിബൽ മാത്രം. എന്നാൽ റെസിഡൻഷ്യൽ സോണിൽ 110 മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. രാജ്യ തലസ്ഥാനത്ത് വായു മലിനീകരണ സൂചിക 500 കടന്നപ്പോൾ ഇങ്ങ് കിഴക്കേയറ്റത്ത് കേരളത്തിൽ പാതി വരെ ആയതും ശ്രദ്ധേയം. മാർഗനിർദ്ദേശങ്ങൾക്കായി പഠന റിപ്പോർട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൈമാറി. മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പ്രാണവായുവാണ്. ആ വായുവാണ് മലിനപ്പെടുന്നത്. ഒപ്പം തന്നെ ശബ്ദവും മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ഇത് മാനസിക ശാരീരിക ആരോഗ്യത്തിനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.